നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ജൂലൈ മാസം 16-ാം തീയതി മിഥുനമാസം 32-ാം തീയതിയാണ്. പിന്നീട് കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. ഏതായാലും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വാരഫലം ജൂലൈ 10-ന് നാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തുള്ള ഗ്രഹസ്ഥിതി: മേടൻ രാശിയിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ രവി ബുധൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ എപ്രകാരമാണ് ഈ ഒരു വാരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. മകം പുരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ശുക്രനും കേതുവുമാണ്. 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 10-ൽ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 12-ൽ വ്യാഴം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് പ്രായേണ രാശിധിപനായ സൂര്യൻ വളരെ ശക്തമായി 11-ാം ഭാവത്തിൽ ബുധനോട് കൂടി നിൽക്കുന്നുണ്ട്. 10-ൽ ചൊവ്വയുണ്ട്. സാമ്പത്തികമായും ഭൗതിക സുഖത്തിൻ്റെ വിഷയത്തിലായാലും ഈ വാരം വളരെ നല്ലതാണ്. കാരണം ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു. സ്മരതിപുണ സുഖി. കർമ്മമേഖലയിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക, ധാരാളം സ്ത്രീ സുഹൃത്തുക്കൾ കയറി വരിക, സ്ത്രീകൾ ധാരാളമുള്ള ഓഫീസിലേക്ക് കയറി തനിക്ക് ജോലി മാറ്റങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ തൻ്റെ ആജ്ഞാനുവർത്തികളായി സ്ത്രീകൾ ധാരാളം നിയമിതരാവുക, ഇങ്ങനെ സ്ത്രീസുഖം ധാരാളം ലഭിക്കുന്ന വാരമാണിത്. ഇവിടെ 10-ൽ ചൊവ്വ അതിശക്തമായി നിൽക്കുന്നു, തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട്. കർമ്മമേഖലയിൽ വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സമീചനമംഗം, സമീചന സംഘ, സമീചന ബഹു അങ്കന ഭോഗയുക്ത, സമീചന കർമ്മ, സമീചന ശർമ്മ, സമീചന ശുക്രോ യഥാ ലഗ്നവർത്തി. ലഗ്നത്തിലെ ശുക്രൻ സമീചന കർമ്മ, നല്ല ജോലി, നല്ല സുഖം എല്ലാം അനുഭവിക്കും. ഇവിടെ 11-ാം ഭാവത്തിൽ സൂര്യനാണ്. പലപ്പോഴും തന്നെ കർമ്മമേഖലയിൽ തനിക്ക് അംഗീകാരം ലഭിക്കുക, തൻ്റെ ബോസ്, ഹയർ അതോറിറ്റിയായി സ്ത്രീകൾ നിയമിതരാവുക, അവർക്ക് തന്നോട് താല്പര്യമുണ്ടാവുക, അവരിലൂടെ തൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കുക, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് സംജാതമാകുന്ന വാരമാണിത്. സന്താനങ്ങളുടെ ശാരീരിക ക്ലേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകാം. പലപ്പോഴും താൻ വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം മറ്റുള്ളവർ തട്ടിയെടുക്കുന്ന ഒരു സമയമായി. 12-ൽ വ്യാഴം വരുമ്പോൾ അങ്ങനെയാണ്. മതി കീദൃശി വഞ്ചനാജത് പരേഷാം. മറ്റുള്ളവർ വഞ്ചിച്ചിട്ട് തൻ്റെ ബുദ്ധി നേർക്ക് നിൽക്കില്ല എന്നാണ്. അതിനാൽ വളരെ സഹായ മനസ്കതയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ തന്നെ ഫലം കുറയുക. സ്ത്രീകൾ തൻ്റെ അടുത്ത് നിന്നോ ആഭരണങ്ങളോ ധനമോ വളരെ സ്നേഹത്തോടുകൂടി തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ സാധ്യത കൂടുതലാണ്. യശ കീദൃശേ സത്വയ സാഭിമാനി. യശസ്സോടുകൂടി ചെലവഴിച്ചാലും അഭിമാനമുണ്ടാകില്ല. പലപ്പോഴും താൽക്കാലിക കാര്യനിർവഹണത്തിന് സ്ത്രീകൾ തന്നെ ഉപയോഗിക്കുന്ന വാരമായിരിക്കും ഇത്. അതിൽ വീണുപോയാൽ തൻ്റെ ധനനഷ്ടമുണ്ടാകും, തനിക്ക് സ്വർണം നഷ്ടപ്പെടാം. ഇതൊക്കെ ശ്രദ്ധിക്കുക. ദാമ്പത്യത്തിലൊക്കെ കുറച്ചും കൂടി ശോഭനമായ ചില സമയങ്ങൾ, അല്ലെങ്കിൽ നല്ല ചില സുഹൃത്തുക്കൾ, സ്ത്രീകൾക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടാവുക. അതിലൂടെ ഒരു മാനസികമായ സുഖം, സ്വസ്ഥത, സമാധാനം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാം, കാറ് മാറ്റാം, വാഹനം മാറ്റി മറ്റൊരു വാഹനത്തിനുണ്ട് തീരുമാനം ഉണ്ടാകാം, ഭൂമിയുടെ ലാഭമുണ്ടാകാം. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് അനുകൂലമാണ് ഈ വാരം. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ട ലോൺ ഫെസിലിറ്റികൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ അനുകൂലമാണ്. ഇവിടെ നിർബന്ധമായും സന്താനങ്ങളുടെ പേരിൽ 11 വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ അവരുടെ പേരിൽ കറുക ഹോമവും, 11 വയസ്സിലുള്ള മുകളിലെ കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഹോമമോ കഴിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമെന്നറിയുക. നമസ്തേ.